നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ നവീൻ പനങ്ക. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ കണ്ണൂർ വിഷൻ ചാനലിലേക്ക് വരികയാണ്. അതായത് കുസൃതി ചോദ്യത്തിൻ്റെ പ്രോഗ്രാമായിട്ട് റോഡ് ഷോ ആണ്. അപ്പോൾ ഇനി കണ്ണൂർ വിഷൻ ചാനലിലെത്തുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിയിട്ട് പ്രോഗ്രാം ചിത്രീകരിച്ചുകൊണ്ടിരിക്കും. പ്രോഗ്രാമിൻ്റെ പേര് കൊസ്ര കൊള്ളി എന്നാണ്. പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാൾടെക്സിലുള്ള മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും എക്സ്ക്ലൂസീവ് ഷോറൂമായ ഇമേജ് ആണ്. അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്ര കൊള്ളി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ ഇനി വഴിയോരങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും, കൈ നിറയെ സമ്മാനങ്ങൾക്കായിട്ട്. പരിപാടിയുടെ പേര് മറക്കണ്ട, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്ര കൊള്ളി. അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും സ്വാഗതം ചെയ്യാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്ര കൊള്ളിയുടെ ആദ്യത്തെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് നമ്മൾ നേരെ ധർമ്മശാലയിലേക്ക് പോവാണ്. ആർ യു റെഡി? ഞാൻ റെഡി, പോവാം. അപ്പം എല്ലാ കണ്ണൂർ വിഷയുടെ എല്ലാ പ്രിയ കിട്ടുന്നില്ല. ഇവിടെ പിടിക്കാൻ മർദ്ദമാവിനി ിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കയറി വന്നതിന്റെ രണ്ട് സഹോദരിമാര് അതിവേഗം ബഹുദൂരം പെട്ടെന്ന് പോകുന്നുണ്ട്. എവിടെയൊക്കെ നിറഞ്ഞു. ഇവിടെ പേരെങ്ങനെ? ദിവ്യ സുരേഷ്. എവിടെ സ്ഥലം? തേർത്തല്ലി. ആരെങ്കിലും തല്ലാൻ വേണ്ടി പോകണം ഇപ്പൊ? സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ, ചോറ് വാങ്ങാൻ പോവാ. അതാണ് വിശപ്പിന്റെ നിലവിളി കേട്ടു, അതുകൊണ്ട് ഓടി പോവാണ് അല്ലേ? പിന്നെ നിങ്ങളുടെ പേര്? അനുശ്രീ. എവിടെ സ്ഥലം? ചപ്പാരപ്പടവ്, എടക്കോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള എന്താണ് ഇവിടെ? ബ്ലോക്കിലെ MBC-മാരാണ് ഇവിടെ സ്റ്റാളില് ഡ്യൂട്ടി കിട്ടിയേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക സ്റ്റാളില്? അവിടെ പ്രൊഡക്റ്റ് വിൽക്കല്, സംരംഭകരുടെ സാധനങ്ങൾ വിറ്റ് കൊടുക്കലാണ്. ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ ഇത് 4 ദിവസമായി. എങ്ങനെയുണ്ട് കാര്യങ്ങൾ മൊത്തത്തിൽ? സെയില് ഇപ്രാവശ്യം
കുറവാണ്. കുറവാണ് അല്ലേ? കുറവാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറവാണ്. കുറവാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കൂടിയാകുമ്പം കൂടി വരുന്നത് പ്രതീക്ഷിക്കാം. 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 ഒരു പ്രതീക്ഷയുണ്ട്. അതാണ് ആ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് വയ്ക്കുന്നത്. അതെ അതെ. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ദോശ, കറി, കടലക്കറി. കടലക്കറി കുക്കറിലാണോ വെച്ചത്? എന്താ വെച്ചത്? കുക്കർ തന്നെ. രാവിലെ വരേണ്ട തിരക്കിന് ആരാ വെച്ചത്? ഫ്രണ്ടാ വെച്ചത്. ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ കടല കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ എത്ര വിസിൽ വരെ കാത്തുക്കണം? ഒരു 4. 4 വിസിലിന്റെ കടല കൃത്യമായിട്ട് വേവും. ഓക്കെ, നിങ്ങൾ എന്താ കഴിച്ചേ? അത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കല്. അപ്പൊ ഇവര് ഒരുമിച്ചാണ്. അപ്പൊ ഏത് ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിച്ചേ? വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ വീട് പാളയത്തോളപ്പാ. അവിടെ നിന്നിട്ട് അവിടുന്നാണ് പിന്നെ കടലക്കറിയും ദോശയും കഴിച്ചത്. ചെറിയൊരു കാര്യം അന്വേഷിക്കുകയാണ്. നമ്മൾ കണ്ണൂർ വിഷൻ ചാനലിൽ നിന്നാണ് പ്രോഗ്രാമിൻ്റെ ഒരു കൊസാക്കുള്ളി ചോദ്യമായിട്ട് വന്നതാണ്. അതായത് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും പേര് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷാണ്. ഇപ്പം നിങ്ങൾ കഴുത്ത് ടാഗ് എന്ന് പറയും, മൊബൈല് അല്ലേ, ഹെയർ എല്ലാം നമ്മൾ പറയുന്ന ഒട്ടുമിക്ക നമ്മൾ ഇംഗ്ലീഷാണ്. എന്ന് പറയും പ്രഷർ കുക്കർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. എന്നാൽ എന്താണ് പ്രഷർ കുക്കറിൻ്റെ മലയാളം? മലയാളം അറിയില്ല. എനിക്ക് പെട്ടെന്ന് പോയിട്ട് ചോറ് വാങ്ങിച്ച് കഴിക്കാം. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ അതായത് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഉള്ളിൽ, അതായത് ഇവിടെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അതിനകത്തിപ്പോൾ നമ്മൾ ഏതാണ്ട് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നമ്മളിവിടെ ഹലോ എവിടെയോ കണ്ട് നല്ല പരിചയം. എന്താ പേര്? ആ, എത്ര പേര് വന്നത് നിങ്ങൾ എത്ര പേര് ആരെ കൂടെ വന്നേ? അതായത് ഇവര് വന്നത് ഇവളപ്പുരം, ഇവര് വന്നത് ഇവളപ്പുരം. നിങ്ങൾ രണ്ടുപേരുടെ കൂടെ വന്നേ? ഒപ്പരം ഒറ്റക്കാ? ഞാനും മിന്നേച്ചും അക്ഷയേട്ടനൊപ്പരം വന്നു. അക്ഷയേട്ട് കൊടുത്തു. അപ്പുറത്ത് എന്തോ വാങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേടെ പോകുന്നത്? നമ്മളവിടെ പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോളുടെ പേര്? എന്റെ പേര് അഷ്മിത. അഷ്മിത എത്ര ക്ലാസ് പഠിക്കുന്നത്? 4. ഏതാ സ്കൂള്? കടമ്പേരി LP സ്കൂൾ. ഇങ്ങനെ സ്കൂളിൽ എങ്ങനെയാ പോകുന്നേ? നടന്നിട്ട് വീട്ടിന്റെ അടുത്ത് അത്ര ദൂരം നടക്കാൻ വേണ്ടിട്ട്? ഒറ്റക്കാണോ? വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഒറ്റക്കാ? കൂട്ടുകാരെ കൂടെ പോണ്ടേ? കൂട്ടുകാരും ഇടയ്ക്ക് എന്റെ പേരും വരില്ലല്ലോ. എന്താ? LSS ക്ലാസ് ഉള്ളതുകൊണ്ട് വേഗം പോകും. അതാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, പേര്? മിൻഹ. അതിന്റെ പഠിക്കുന്ന ഇവിടെ 7ാം ക്ലാസ്. 7ാം ക്ലാസ്. ഏതാ സ്കൂള്? മോറായ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് സുഹൃത്തുക്കളായത്? എന്റെ വീടിന്റെ ഇപ്പുറത്ത് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലെ റൈറ്റ് സൈഡ് ആണോ, ബാക്ക് സൈഡ് ആണോ, ഫ്രണ്ട് സൈഡ് ആണോ, ലെഫ്റ്റ് സൈഡ് ആണോ? ലെഫ്റ്റ്. ഇപ്പൊ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിക്കുന്നത്? മലയാളമാണോ? നിങ്ങൾ മലയാളമാണ്. അപ്പം ഇംഗ്ലീഷൊക്കെ അറിയാലോ അല്ലേ? അല്ലേ? ശരി. തക്കാളിക്ക് എന്താ ഇംഗ്ലീഷ് പറയാ? ഉരുളക്കിഴങ്ങിന് പൊട്ടാറ്റോ അല്ലേ? വെണ്ടയ്ക്ക് ലേഡീസ് ഫിംഗർ അല്ലേ? അങ്ങനെയൊക്കെ പറയും. പ്രഷർ കുക്കർ ഉണ്ടല്ലേ? പ്രഷർ കുക്കർ നമ്മളെ വീട്ടിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത്. ഈ പ്രഷർ കുക്കർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഈ പ്രഷർ കുക്കറിന്റെ മലയാളം എന്താണെന്ന് അറിയോ? അറിയില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് വാ, അടിപൊളി. പ്രഷർ കുക്കറിന്റെ മലയാളം അന്വേഷിച്ചുള്ള യാത്രയാണ് നമ്മൾ. ഇവിടെ ഹലോ, ഇതാരാ? വാ നിൽക്കും. അടുത്തോട്ട് അങ്ങോട്ട് പോകില്ല. ചേച്ചി അങ്ങോട്ട് പോകുന്നു, കുഴപ്പമില്ല. പേര് പറഞ്ഞേ? ഐശ്വര്യ. അമ്മയുടെ അടുത്തോട്ട് അല്ല, അവരെ എനിക്കറിയാം. പേര് പറഞ്ഞേ? സജിത. വലിയൊരു ബ്ലോഗറാണേ. ഒരുപാട് വർഷമായിട്ട് നമുക്ക് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. അപ്പം പിന്നെ വീട്ടിൽ എത്ര മണിക്ക് പുറപ്പെട്ടു ഇങ്ങോട്ടേക്ക്? വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു 11. അങ്ങനെ ഭയങ്കര ബ്ലോക്കിന് വളവിട്ടണം. അതാണ്, പാലം കടക്കുവോളം ബ്ലോക്കാണ്. പാലം കടന്നാൽ ഫ്രീ ആണ്. അതെ. ഇപ്പം പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ചെറിയൊരു കാര്യം ചോദിക്കുകയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം, മലയാളമാണോ? മലയാളം. നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ മലയാളികളാണെങ്കിലും രാവിലെ പറയുന്ന ഗുഡ് മോർണിംഗ്, രാത്രി പറയുന്ന ഗുഡ് നൈറ്റും അതിനിടയ്ക്ക് പറയുന്ന എല്ലാ പാത്രങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു കാര്യമാണ്, വീട്ടിൽ നിത്യേന ഉപയോഗിക്കുന്ന സാധനമാണ് പ്രഷർ കുക്കർ. എങ്കിൽ പ്രഷർ കുക്കർ ഇംഗ്ലീഷാണ്. ഈ പ്രഷർ കുക്കറിൻ്റെ മലയാളം എന്താ? കാര്യം നോക്കട്ടെ. ഓക്കെ, ശരി. അങ്ങനെ അന്വേഷിച്ച് ചേട്ടനെ കണ്ടുപിടിച്ച്. ചേട്ടൻ്റെ പേരെന്താന്ന്? എത്ര ക്ലാസ്സിലാ? 7. അതിനിപ്പോ നേരെ വീട്ടിലോട്ടാണ് പോണേ? അതിന് ഭക്ഷണം കഴിക്കണ്ടേ? എവിടുന്ന്? എന്താ വിഷയം?
അമ്മടാ വീട്ടിൽ നിന്ന് പൈസ ആരാ പൈസ എന്താ പൊറോട്ട ചിക്കൻ കറി കഴിക്കാൻ എത്ര പൈസ ഉണ്ടായിരുന്നു 150. അപ്പം പൊറോട്ടയും ചിക്കൻ കറി കഴിച്ചിരിക്കുന്ന ഉല്ലസിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ കുക്കറിന് മലയാളം എന്താണെന്ന് അറിയോ? വിസിലടിക്കുന്ന കുക്കർ. എന്തെന്ന് പറഞ്ഞോ വിസിലടിക്കുന്ന കുക്കർ. ആ പ്രഷർ കുക്കറിന്റെ മലയാളം വിസിലടിക്കുന്ന കുക്കർ. കൊടുകൈ. അപ്പൊ കാണാം. ഓക്കെ, നടക്കട്ടെ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വലിയ ഒരുപാട് ആരാധകരുള്ള നർത്തകിമാരായിട്ടുള്ള നമ്മുടെ അംഗൻവാടി കുട്ടികളാണ് ഇവിടെ നേരത്തെ നിൽക്കുന്നത്. അതായത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡാൻസ് അവതരിപ്പിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നതാണ്. പേരെന്ന് പറഞ്ഞേ? പേര് കമല. നിങ്ങളുടെ ട്രൂപ്പിന്റെ പേര്? വാടാമലർ. അതാണ് ഇവിടെ നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് പ്രോഗ്രാംസ് ഒക്കെ? എങ്ങനെയുണ്ട്? നല്ല ഉഷാറായിട്ട് അടിപൊളി. പ്രവേശത്തിൽ പോയി, പിന്നെ കിടിലത്ത് പോയി, എല്ലാം കൂടെ പൂനെയിൽ പോയി. പൂനെയിലും പോയാ? അതെപ്പോഴാ പോയത്? അത് ഒരു മാസം മുന്നേ. അടുത്ത പരിപാടി എപ്പോഴാ? അടുത്ത പരിപാടി ഇപ്പം കളിച്ചോണ്ടിരിക്കില്ലേ. ഞാൻ കളിക്കാൻ പോയി. ഇവിടെ കഴിഞ്ഞാൽ 4 പ്രാവശ്യം കഴിച്ചതാണ് നമ്മള്. 4 പ്രാവശ്യം കഴിഞ്ഞാൽ ഇവിടെ കളിച്ചത്. ഒരേ സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ അവസരം പ്രോഗ്രാം ചെയ്യാൻ കിട്ടുന്ന ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഇന്നിപ്പോ പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോവാണ്. അമ്മയുടെ പേര്? ബിന്ദു. കമല, കാർത്യായനി, മാധവി, കല്യാണി. ഓക്കെ, അപ്പൊ ആരാണ് നിങ്ങളുടെ പിന്നെ കൊറിയോഗ്രാഫർ? ടീച്ചർ വന്നില്ലേ? എത്ര മണിക്ക് പരിപാടി? ഇപ്പം ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നേ? അധികം കഴിച്ചാൽ ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതാണ്. അപ്പം കുറച്ച് ഭക്ഷണം കഴിച്ച് ഡാൻസ് ഒക്കെ നന്നായിട്ട് കളിച്ചതിന് ശേഷം മൃഷ്ടാനം ഭക്ഷണം കഴിക്കാം. അതാ പരിപാടി അല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, അടിച്ചു പൊളിക്കും. ഓക്കെ, യെസ്. ഓക്കെ. ഞാൻ ഇവരുടെ നാട്ടിൽ പോയിട്ട് ഇവരുടെ ഡാൻസ് നമ്മൾ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാടത്ത് ഇവരൊക്കെ അതിൻ്റെതായ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളെക്കാൾ ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ഫെസ്റ്റിവലാണ് നടക്കുന്നത്. അവിടെ ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി നമ്മുടെ അമ്മമാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യം കൂടി പ്രേക്ഷകർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. എന്താ പരിപാടി? ആയുർവേദത്തിന്റെ ആണ്. എന്തൊക്കെയാണ് ആയുർവേദത്തിന്റെ സംഭവങ്ങൾ? ആയുർവേദത്തിൽ തന്നെ മരുന്നുകളുണ്ട്, പിന്നെ ബാമുകള്, മുറിവെണ്ണ, അങ്ങനെയുള്ള. വിശപ്പ് വരാതിരിക്കാനുള്ള മരുന്ന് വല്ലതും ഉണ്ടോ? ഇല്ല, വിശപ്പ് ഉണ്ടാകുന്ന മരുന്നുണ്ട്. വിശപ്പ് ഉണ്ടാക്കുന്ന മരുന്നുണ്ട്, പക്ഷെ വിശപ്പില്ലായ്മ ചെയ്യുന്ന മരുന്നില്ല. അത് ഭക്ഷണം കഴിക്കുക തന്നെ വേണം. ഭക്ഷണം കഴിക്കണം. ഓക്കെ, അപ്പം പേരെങ്ങനെയാ? സവിത. എവിടെ സ്ഥലം? മാങ്ങാട് ടൗണിൽ തന്നെയാണ്. മാങ്ങാട് കൃഷ്ണപിള്ളയുടെ താഴെ. പണ്ടൊക്കെ നമുക്ക് മാങ്ങാട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിന് സംഭവം ഉണ്ട്. പക്ഷെ ഇപ്പൊ റോഡിന്റെ പണിയൊക്കെ നടക്കുന്നത് പെട്ടെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല. ഇല്ല. തേറാറും അമ്പലത്തിന് അല്ല പിടിച്ചിട്ട് പോലെ നിക്ക്. ഒരാളെ പിടിച്ചാൽ ഇത് അവരോടി. ആ ഞാൻ പേര് പഠിക്കണം. അവരുടെ ഓടുന്ന ആൾക്കാരുടെ പേര് നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു അറിയണം, അങ്ങോട്ട് പോകാം. നിങ്ങളുടെ പേരെങ്ങനെ? അഭിഷേക്. സ്ഥലം എവിടെ? ഞാൻ പാപ്പിനിശ്ശേരി. ഏത് ഏരിയ? പാപ്പിനിശ്ശേരി നമ്മുടെ അതായത് പിന്നെ റെയിൽവേന്റെ ഭാഗമുണ്ട്. ധർമ്മക്കിണർ റോഡാണ്. ഓക്കെ, അപ്പം പഠിക്കുന്ന എവിടെയാ? ഞാൻ പഠിക്കുന്ന പരിപാടി ഡിപ്ലോമ ആയിട്ട് പിന്നിരിക്കുക. ഡിപ്ലോമ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം ഇനി എന്താ ജോലിക്ക് ഉള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു? നോക്കണം. ഇവിടെ നാട്ടിൽ തന്നെയാണോ പുറത്തേക്കാണോ നോക്കുന്നത്? കേരളത്തിന് പുറത്ത് കിട്ടിയാൽ അത്രയും നല്ലത്. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിന് പുറത്ത്. ഓക്കെ,
നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, പുള്ളിക്കാരെ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പരിപാടിയുടെ പേരിന് ഹാപ്പിനെസ് ആണ് അല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണ്. അപ്പോൾ ചെറിയൊരു കാര്യം, അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പോകുന്ന സമയത്ത് കൂടുതൽ സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? മലയാളത്തിലാണ്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഏത് സമയത്ത് സംസാരിക്കുക കൂടുതലായിട്ട്? ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കുറവാണ്, വെറുതെ ഇങ്ങനെ വിളിച്ചിട്ട് വെറുതെ പറയുന്നേ. അതായത് നമ്മൾ മലയാളികളാണെങ്കിലും പല വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു ശൈലി മലയാളികൾക്കുണ്ട് സംസാരിക്കുമ്പോഴൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന രാവിലെ ഉപയോഗിക്കുന്ന വാക്ക് ഗുഡ് മോർണിംഗ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നിത്യം നമ്മൾ വീട്ടിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് പ്രഷർ കുക്കർ. ഈ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. എന്നാൽ എന്താണ് പ്രഷർ കുക്കറിൻ്റെ മലയാളം? കുസൃതിയല്ല, അതിൻ്റെ ഒരു സംഭവം ഉത്തരവുണ്ട്. പ്രഷർ കുക്കറിന്റെ മലയാളം അറിയില്ല. ഇല്ല. പുള്ളിക്കാരികൾ അവിടെ അല്ല, അവിടെ അങ്ങോട്ട് പോയാ? അങ്ങോട്ട് പോയി. ഓക്കെ ഓക്കെ, കാണുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ. ഇതെന്തൊക്കെയാണ്? സന്തോഷ വാർത്ത. സന്തോഷ വാർത്തയാണ്. അതായത് കൂറ, പാറ്റ, ഇവയൊക്കെ നമ്മളെ വീട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള സംഭവങ്ങളാണ് അല്ലേ? ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് 5-6 മാസത്തേക്ക് ഉറുമ്പോ ചുതല വരത്തില്ല, വിഷമില്ല, മണമില്ല, കറയില്ല. ഇത് പുൽത്തൈലം, കർപ്പൂരം, പൊതിയനെയാണ്. ഇത് പല്ലി പാറ്റയൊക്കെ പോകുന്നതാണ്. പാലുണ്ണിക്കൊണ്ട്, അരിമ്പാറയ്ക്കൊണ്ട്, ആണിക്കൊണ്ട്, വേരിക്കോസിലുണ്ട്, കുഴിനാഗത്തിലുണ്ട്, പച്ചക്കറി കടിക്കുന്നുണ്ട്, പുൽത്തൈലൊക്കെ ഉണ്ട്. എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? തൃശ്ശൂരിൽ നിന്ന് കൊണ്ടിരുന്നതാണ്. സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്. എല്ലാ ഈ കണ്ണൂര് ഇരുട്ടി. നിങ്ങൾ ഇരട്ടിയിലാണ്, പക്ഷെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് തൃശ്ശൂരിൽ. ഇത് ഹാപ്പിനെസ്സിൽ കഴിഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. കുഴപ്പമില്ല, ബിസിനസ്സൊക്കെ കുഴപ്പമില്ലാണ്ട് കുറച്ചും കൂടി ആൾക്കാർ ഇങ്ങനെ കൂടി വരും അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. ഈ പ്രഷർ കുക്കർ കണ്ടിട്ടുണ്ടല്ലോ? കണ്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ? ഇല്ല, വീട്ടിലെ പെണ്ണുങ്ങളാണ് ചെയ്യുന്നത്. ഈ പ്രഷർ കുക്കർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഈ പ്രഷർ കുക്കറിന്റെ മലയാളം എന്താണെന്നറിയാം? കുക്കറല്ലേ? ചൂടുള്ള പ്രഷർ കുക്കർ അല്ലേ? പ്രഷർ കുക്കർ ഇല്ല. അപ്പോൾ കാണാം. യെസ്. അടുത്തായിട്ട് നമ്മുടെ ഭിന്നശേഷി വീടുകളിൽ നിന്ന് നിർമ്മിക്കുന്ന പാലിയം ഉൽപ്പന്നങ്ങൾ, അതായത് സോപ്പ് നമ്മൾ ശരിക്കും കാണും പലഹാരങ്ങൾ പോലെയുണ്ട്. കാരണം നമ്മൾ ഇത് ഇഡലിയാണോ ചട്നിയും കൂട്ടിക്ക് തട്ടാൻ വേണ്ടത്? കാരണം നമ്മൾ സാധാരണ സോപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ, കവറിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് എല്ലാം കൃത്യമായിട്ട് വ്യത്യസ്തമായ കളറിലാണ് കാണുന്നത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് സീനത്ത്. സ്വന്തം സ്ഥലം? കൊയ്യം, പാറക്കാടി. കൊയ്യം, പാറക്കാടി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? ഞാൻ പാറക്കാടി വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. ഇതൊക്കെ എപ്പോഴാണ് പഠിച്ചത്? ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് സഞ്ജീവനക്കാർ പഠിപ്പിച്ചു തന്നതാണ്. പിന്നെ 5 വർഷമായി ഞാൻ ഇത് ഉണ്ടാക്കും. എന്താ പറ്റിയത്? എന്താണ് പോളിയോ അപ്പം ഇത് പിന്നെ ഇങ്ങനെ ഇത് നല്ല കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഞാൻ ഹാപ്പിയാണ്. ഇതാരാണ്? ഇത് അനിയനാണ്. അനിയന്റെ പേരെന്താ? അപ്പൊ ചേച്ചിയെ സഹായിക്കാറുണ്ടോ? അനിയൻ തന്നെയാണ് സഹായിക്കുന്നത്. ഓക്കെ. അപ്പം ചേച്ചിയും അനിയനും കൂടി ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇവിടെ കാണുന്നതൊക്കെ. ഇതിനൊക്കെ എങ്ങനെ പൈസക്ക് എങ്ങനെ, റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇത് 4 100 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഒരു പെട്ടിയിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും കടയിൽ നിന്നെല്ലാം 45 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ നിർമ്മിക്കുന്നതുകൊണ്ട് 25 രൂപ വെച്ചിട്ട് ഒന്നിനും കൊടുക്കും. നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. കാരണം ചില ഇതുപോലെ നമുക്ക് ശാരീരികമായിട്ട് വൈകല്യമുള്ളവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഞാനെന്തായാലും ഒരു 4 സോപ്പ് വാങ്ങാൻ വേണ്ടി ഉറപ്പിച്ചു. ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വാങ്ങിക്കും. അപ്പം ചെറിയൊരു കാര്യം ചോദിക്കാം, നോക്കാം. അതായത് രാവിലെ എന്താ കഴിച്ചത് വീട്ടിൽ നിന്ന് വരുമ്പോൾ? ചപ്പാത്തി. കറി എന്തായിരുന്നു? അയിലക്കറിയാണ്. ഓക്കെ. അയിലക്കറി എന്തായാലും കുക്കറിൽ വെക്കൂലല്ലോ, ചട്ടിയിലല്ലേ വെക്കൂലോ അല്ലേ? വല്ല കടലക്കറി. നേരത്തെ ഒരു ടീമോട് വെച്ചിട്ട് കടലക്കറി കുക്കർ ചങ്ങാതിയുടെ വീട്ടിൽ നിന്ന് കുക്കറിനാക്കിയെന്ന് പറഞ്ഞു. മത്സ്യക്കറി പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം.
അതാണ് മലയാളം. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ മലയാളം ഇതാണ്: ഉയർന്ന താപമർദ്ദത്തിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം എന്നുള്ളതാണ് പ്രഷർ കുക്കറിൻ്റെ മലയാളം. ഇത് നാളെ രാവിലെ പോയിട്ട് പ്രഷർ കുക്കർ വാങ്ങാൻ വേണ്ടി കടയിൽ പോവുക. ചേട്ടാ, ഉയർന്ന താപമർദ്ദത്തിൽ പാചകം ചെയ്യുന്ന പാത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും അത് ഇവിടെ ഇല്ല, വേണമെങ്കിൽ പോടുമെന്ന്. അപ്പോൾ നിങ്ങൾ